ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരു അമ്മ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഒരു കുഞ്ഞു പാവയുടെ അമ്മ. അപ്പോൾ കുഞ്ഞു പാവയ്ക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ആദ്യം ഒരു വട്ടം വരച്ചു. ആ വട്ടം വരയ്ക്കുമ്പോൾ നമുക്ക് വള വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് 3 എന്ന് എഴുതി. 3 എന്ന് എഴുതണം. ഇപ്പുറത്തെ സൈഡിൽ 3 എന്ന് തിരിച്ചെഴുതണം. അപ്പം 3 അപ്പുറത്ത് എഴുതി, ഇപ്പുറത്തെ 3 എന്ന് എഴുതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വി എഴുതി കൊടുത്തു. അതിന് 2 2 എന്ന് എഴുതി. ആദ്യം നമ്മൾ റൗണ്ട് വെച്ചു, 3 എഴുതി, വീണ്ടും 3ന് തിരിച്ചെഴുതി, പിന്നെ 2 2 എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണ് വരയ്ക്കലാണ് കേട്ടോ. കണ്ണിന് നടുക്ക് കുത്തിയിടാൻ ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ ഡോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ഡോട്ട് വരച്ചു, ഒരു നീളമായിട്ട് ഒരു 1 എഴുതി കൊടുത്തു. വീണ്ടും ഒരു റൗണ്ട് പോലെ, ചെറിയൊരു റൗണ്ട് പോലെ വായ വരച്ചു കൊടുത്തു. അപ്പോൾ വായും മൂക്കും റെഡി. അടുത്തത് നമ്മളൊരു വട്ടം വരച്ചിട്ട് അതിനകത്ത് 2 ലൈൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ ചെവിയായി, മൂക്കായി, വായായി, മുഖം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ ഈ 2ൻ്റെ അറ്റ ഭാഗത്തേക്ക്, 2ൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2ൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ 2 കർവ് പോലെ വരച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു ലൈൻ ഇട്ട് കൊടുത്താൽ നമ്മുടെ മങ്കിയുടെ കാലുകൾ റെഡി. അത് കഴിഞ്ഞിട്ട് വയറ് ഭാഗമാണ് വേണ്ടത്. നമുക്കിനി കുഞ്ഞ് 2 കൈ വരച്ച് കൊടുക്കാവേ. നമ്മുടെ മങ്കിക്കുട്ടന് കുഞ്ഞ് 2 റൗണ്ട് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കർവ് ഷേപ്പ് പോലെ വരച്ചിട്ട് ഫിംഗർ വരച്ചു കൊടുത്തു. ഇനി വാല്, നല്ല നീളമുള്ള വാല്, ചുരുണ്ട വാല് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു. വാല് വരയ്ക്കാൻ എളുപ്പമാണല്ലേ. അപ്പോൾ പൊങ്ങി നിൽക്കുന്ന വാലാണ് കുരങ്ങനെ ഭംഗി. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ പെൻസിൽ എപ്പോഴും ചരിച്ച് പിടിച്ചിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയെങ്കിൽ ഒരു 3D എഫക്റ്റ് കിട്ടും. സ്കെച്ചൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ലൊരു 3D എഫക്റ്റ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ വിരൽ കൊണ്ട് ഇങ്ങനെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ വിരൽ സ്പ്രെഡ് ആക്കുന്നില്ല. കുഞ്ഞു വാവകളാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ കൈയൊക്കെ വായിൽ വയ്ക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് പെൻസിൽ വെച്ച് മാത്രം ഡാർക്ക് ചെയ്ത് കാണിക്കാം. എപ്പോഴും നമ്മൾ ചരിച്ച് വെച്ച് തന്നെ ചെയ്യണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരയ്ക്കുന്ന ഔട്ട്ലൈനിന് ഇവിടെ ഡാർക്ക് ഷെയ്ഡായിട്ടും ബാക്കി ഭാഗമെല്ലാം ലൈറ്റ് ഷെയ്ഡുമായിട്ട് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എപ്പോഴും ഡാർക്ക് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഒരു 3D എഫക്റ്റ് കിട്ടും. അവിടെ നിന്ന് ഷെയ്ഡ് അടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ വാലിൻ്റെ ഭാഗം എല്ലാം ഇങ്ങനെ നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ കാലുകളായാലും ശരി, കൈകളായാലും ശരി, മുഖത്തിൻ്റെ ഭാഗങ്ങളായാലും ശരി, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ച് എവിടെയാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കണ്ണിൻ്റെ സൈഡും ഒക്കെ ഡാർക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങനെ വെളിച്ചം അടിച്ചിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡ് അടിക്കുന്ന പോലെ ഒരു 3D എഫക്റ്റ് ഫീൽ ചെയ്യും. നമ്മുടെ മങ്കി റെഡി. അപ്പോൾ എല്ലാ വാവകൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.